ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണ ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ, രാവിലെ 10:30 ആകുമ്പോൾ നിക്കാഹാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാവരും കൂടി പോകാൻ ഏട്ടത്തിയും മോളൊക്കെ. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, ഏട്ടത്തിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ ഉപ്പാൻ്റെ പെങ്ങളെ വീട്. ഇത് ഉപ്പാൻ്റെ പെങ്ങളെ വീടാണ് കേട്ടോ. ഉപ്പാൻ്റെ പെങ്ങളെ മോളെ കല്യാണമാണ്. തലേന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. തലേത്തെ ദിവസത്തെ പിറ്റേന്ന് ഞായറാഴ്ച രാവിലത്തെയാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും മുഖമൊന്നും അങ്ങനെ കാണിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരാണ് കേട്ടോ. ഓരോ പ്രൈവസി നമ്മൾ ഇതാക്കണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഇങ്ങനെ സ്മൈൽ വെച്ചിട്ടും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചെക്കനിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടന്ന് കഴിയുന്നുണ്ട്, പള്ളിയിൽ നിന്ന് കഴിയുന്നുണ്ടെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് കിട്ടി, പിന്നെ അതൊക്കെ കുടിച്ചു. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അവർ വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് പോയിട്ട് പിന്നെ അവർ വരുന്നത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും കേട്ടോ. ഇതായിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യും കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പുതിയ ഫാമിലിയൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഇത് പിന്നെ എൻ്റെ നമ്മുടെ ഫാമിലി ഉണ്ട്, പെണ്ണിൻ്റെ ഫാമിലി. ഞാൻ പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. ഇത്തത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇത്തത്തിൻ്റെ വീടാണിത്. കല്യാണ വീട്ടിൽ വന്നപ്പോൾ ചെക്കനെ പെണ്ണൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ പോയി അവിടെ ഒരൊക്കെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആണ് സൈൻതാത്തിനെ കണ്ടത് കേട്ടോ. നമ്മുടെ കണ്ണൂർ ജില്ല വനിതാ ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് വരികയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ ഫുഡ് കഴിക്കുന്നതൊക്കെ പെങ്ങളെ മക്കളൊക്കെയാണ്. പക്ഷെ അവരൊന്നും മുഖം കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വന്നാൽ എൻ്റെ കയ്യിൽ ഫോണുണ്ടോ ഉണ്ടോയെന്നാണ് കേട്ടോ നോക്കല്. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കൊടുത്ത് എല്ലാ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം റൂമിലേക്ക് വന്ന് പിന്നെ എന്താ വെച്ചാൽ പെണ്ണിൻ്റെ കൂടെ അനിയത്തിമാരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. ഫോട്ടോ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. പിന്നെ മുതുമല മക്കളെല്ലാവരും കൂടി നമുക്ക് ഇത്താത്തൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ്. ഇതുപോലത്തെ ഓരോരോ ഫംഗ്ഷനാണ് കേട്ടോ. എല്ലാവരും കണ്ടുമുട്ടൽ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ആർക്കൊപ്പം ഇപ്പോൾ പോകാൻ ടൈം ഉണ്ടാവില്ല. മക്കളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു സ്കൂൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പോകാൻ ടൈം ഉണ്ടാവില്ലല്ലോ. സംസ്കാരം കഴിഞ്ഞ് ഇത്താത്തൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടത്തേക്ക് പോയത്. അവിടെ അത്യാവശ്യം ഞാൻ വലുതായിട്ട് വീഡിയോ എടുത്തില്ല. പിന്നെ അവിടെ എത്തുമ്പോൾ ഉമ്മാൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ആമി മക്കളൊക്കെ ഉണ്ട്. മാമ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മാമനെ കാണാനൊക്കെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ആദ്യം താഴേക്കന്നെ പോയി ചെക്കൻ്റെ ഫാമിലിയിൽ നിന്ന് പെണ്ണെ കൂട്ടാൻ വരുന്നുണ്ട് കേട്ടോ. പെണ്ണെ കൂട്ടിയിട്ട് ഒന്നിച്ച് പോകാൻ വേണ്ടി. ഇത് ഉമ്മാരെ അനിയത്തിൻ്റെ മക്കൾ തന്നെ കേട്ടോ. അവർ ചെക്കൻ്റെ വന്നതാണ്. അനിയത്തിൻ്റെ മോൻ്റെ വൈഫ്, കാരണവരുടെ വൈഫ്, എൻ്റെ ഇളയപ്പയാണ് ഉപ്പരനിയൻ നിഷാദ് കാക്ക. അങ്ങനെ അവരൊക്കെ വീഡിയോ എടുത്തു. പിന്നെ എല്ലാവരും പെണ്ണയും കൂട്ടിയിട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. ഇത് കാരണവരുണ്ട്, ചെക്കൻ്റെ കാരണവരാണ് കേട്ടോ. നൗഫൽ പോകുന്നത് കേട്ടോ. പിന്നെ അവരെ മുഖം കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. പെണ്ണിറങ്ങാനായി പെണ്ണിറങ്ങി കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് മുകളിലോട്ടേക്ക് നടക്കണം, ബസ് സ്റ്റോപ്പിലേക്ക്. ഇത് ഉമ്മാരെ അനിയത്തിൻ്റെ മോളുമാണ് കേട്ടോ. അവർ വീടിൻ്റെ അടുത്താണ്. പിന്നെ ഇത് ചെക്കൻ്റെ 2 കാരണന്മാരാണ് കേട്ടോ. റിയാസ് നൗഫൽ എൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ ഇതെൻ്റെ ഏട്ടത്തിൻ്റെ മോളും മോളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ
ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. ചെക്കൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, നമുക്ക് അത്ര ഒന്നും പോകാനില്ല. കൂത്താട്ടാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുള്ളൂ. പിന്നെ അവിടെ എത്തിയ ശേഷം പുഴ സൈഡാണ് കേട്ടോ. എൻ്റെ കാരണവരുടെ വീട്, ഇളയമാരുടെ വീട്, 2 കാരണന്മാരുടെ വീട്, ഇളയമാരുടെ വീട്. പിന്നെ അങ്ങനെയാണ് കേട്ടോ അവരൊക്കെ വീട് ഇവിടെ അടുത്തടുത്താണ്. പിന്നെ ഞാൻ പഠിച്ചത് ഉമ്മാമ്മേൻ്റെ അടുത്ത് നിന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവരെ കുറച്ച് പേരൊക്കെ എനിക്ക് അറിയാം. അന്നേരം പഠിക്കുന്ന സമയത്തുള്ളവരൊക്കെ. ചെക്കൻ്റെ വീട്ടിലെത്തി. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ. പിന്നെ അതും സ്നാക്സും ഉണ്ട്. ഇങ്ങനെ കേട്ടോ കോഫിയോ അല്ലെങ്കിൽ സ്നാക്സോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ പുറം നാട്ടിലല്ലോ കേട്ടോ, കാസർഗോഡ് മംഗലാപുരം ആ സൈഡൊക്കെ ഫുഡാണ് ഉണ്ടാവുക. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്കും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്കും അപ്പുറത്ത് 2 വീട്ടുകാർക്കും ഫുഡ് ഉണ്ടാവും കേട്ടോ. എല്ലാ ഐറ്റം ഫുഡ്, നമ്മൾ പാർട്ടി പോലെ എല്ലാ ഫുഡും ഉണ്ടാവും. मेरी जुल्फ़ों में